ഹായ് കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ്. ശീമ നെല്ലിക്ക അച്ചാറിടാനാണ് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് കുറച്ച് ശീമ നെല്ലിക്ക അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ്. അപ്പോൾ തന്നെ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ ആക്കി യൂട്യൂബിലിടാമെന്ന്. അങ്ങനെയാണ് ഞാനത് ചെയ്യാനായിട്ട് വന്നത്. ആദ്യം തന്നെ ഞാനതിനെ കഴുകിയെടുക്കുകയാണ്. വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തോരണം. അച്ചാറിനായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം തോരണം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു. കുറച്ച് കടുക്, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം ഇട്ട് കടുക് വറുക്കണം. തീ വളരെ കുറച്ച് വെച്ചാൽ മതി. ഇത് നല്ല വഴന്ന് വരാനുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി കുറച്ച് പൊടി ഐറ്റങ്ങൾ ഇടാനുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം ഇവയെല്ലാം ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇതിനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. ചെറിയ തീ തന്നെ വെച്ച് വഴറ്റണം. കാരണം ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയ തീ തന്നെ ഇട്ട് വഴറ്റിയാൽ മതി. വഴറ്റിയതിന് ശേഷം അതിന് നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം വീണ്ടും വറ്റുന്നത് വരെ നമ്മൾ വീണ്ടും അതിനെ ചെറുതീയിൽ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരാഴ്ചയായുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട്. 10 ഷോർട്സോളം ഇട്ടു. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കുറവുകളും ഒക്കെ ഉണ്ടാകും. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപ്പിട്ടതിന് ശേഷവും ഇതുപോലെ തന്നെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. പിന്നെ കരിഞ്ഞു പോകാതെ നല്ലോണം വഴറ്റണം. നല്ലൊരു മണം വരും. വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഈ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം കൂടിപ്പോകാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് എൻ്റേതായ രീതിക്കുള്ളൊരു അച്ചാറാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലിങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കായ ഇടുന്ന രംഗമാണ് വീണ്ടും കാണിക്കുന്നത്. എൻ്റെ റെക്കോർഡിങ്ങും ക്യാമറയൊക്കെ ആദ്യമായിട്ട് ആയതിൻ്റെ ആ ഒരൊറ്റ കുറവുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം. അതിനുശേഷം നമ്മൾ കഴുകി വച്ചേക്കുന്ന ഈ നെല്ലിക്ക തട്ടി കൊടുക്കണം. ഉപ്പുപൊടി ഇട്ട രംഗം വീണ്ടും ആണത് വരണത്. എൻ്റെ റെക്കോർഡിങ്ങിന് പ്രശ്നങ്ങളുണ്ട്, സോറി. അതിനുശേഷം ഈ നെല്ലിക്ക ഇട്ട് വഴറ്റി കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് അരപ്പ് എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ വഴറ്റി കൊടുക്കണം. പിന്നെ വഴറ്റുമ്പോൾ അരപ്പ് അതിലോട്ട് നല്ല രീതിക്ക് പിടിക്കാൻ പാകത്തിന് തന്നെ വഴറ്റണം. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം. ആദ്യത്തേതായി ഉണ്ടായിട്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ക്ഷമിച്ച് എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. പിന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കണം. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഭാഗപ്പിഴയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ, സോറി. അതിനുശേഷം ഈ അച്ചാർ ഞാൻ ഇടുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. അവളൊരു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള അച്ചാർ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് ചോദിച്ചു. അതുകൊണ്ടും കൂടെ അവൾക്കും കൂടെ കൊടുക്കാൻ പാകത്തിനാണ് എല്ലാം എടുത്ത് ഞാൻ അച്ചാർ വെച്ചത്. എന്തായാലും അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ, ബൈ.